നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, കിർലോസ്കർ ബ്രാൻഡ് ഒരു ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷമായിട്ട് ബെയർ മോട്ടോഴ്സ്, സിംഗിൾ ഫേസിലെ ബെയർ മോട്ടോഴ്സ് മാർക്കറ്റിൽ ഇറക്കാറില്ല, അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ വളരെ റീസെന്റ് ആയി കിർലോസ്കർ ബ്രാൻഡ് സിംഗിൾ ഫേസ് മോട്ടോഴ്സ് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സിംഗിൾ ഫേസിന്റെ മോട്ടോഴ്സ് ഉണ്ട്, കിർലോസ്കർ ബ്രാൻഡിന്റെ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് അതിനെ പരിചയപ്പെടാം. ഈ ഇരിക്കുന്നതാണ് കിർലോസ്കറിന്റെ ബെയർ മോട്ടോഴ്സ്. ഇതെല്ലാം സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ആണ്. ഇതെല്ലാം തന്നെ ഫൂട്ട് മൗണ്ടിങ് ടൈപ്പ് ആയിട്ടുള്ള മോട്ടോഴ്സ് ആണ്. നമുക്കിത് കാണാം, ഇവിടെ ഈ ഒരു ഫൂട്ടിൽ ഇരിക്കുന്നതാണ് ഇതിന്റെ ഫൂട്ട് മൗണ്ടിങ് മോട്ടോഴ്സ്. ഇത് നമ്മൾ തലകുത്തനെ വയ്ക്കുന്നത് നമ്മുടെ ഫ്ലാഞ്ച് മോട്ടോഴ്സ് വരും. അത് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്നതാണ് ഫ്ലാഞ്ച് മൗണ്ടിങ് മോട്ടോഴ്സ്. എന്തായാലും കിർലോസ്കർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൂട്ട് മൗണ്ടിങ് മോട്ടോഴ്സ് മാത്രമേ ഉള്ളൂ. അത് 1.5 HP മുതൽ 3 HP വരെയുള്ള സിംഗിൾ ഫേസ് മോട്ടോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ. ഇതെല്ലാം തന്നെ 4 പോൾ മോട്ടോഴ്സ് ആണ്. അതായത് 4 പോൾ എന്ന് പറഞ്ഞാൽ 1500 RPM, അതിൽ ഫ്രിക്ഷൻ ലോസസ് എല്ലാം പോയിട്ട് 1440 നമ്മൾ നോർമലി പറയും. അപ്പോൾ ഈ 1440 RPM വരുന്ന മോട്ടോഴ്സ്, അതായത് സ്ലോ സ്പീഡ് മോട്ടോഴ്സ് എന്ന് ജനറലി പറയും. അപ്പോൾ സ്ലോ സ്പീഡ് മോട്ടോഴ്സ് ആണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അട്രാക്ഷൻ ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം സാധാരണ നോർമലി ഈ കൊമേഴ്ഷ്യൽ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് വരുന്ന സമയത്ത് ഇത് ഒരു ബ്രൗൺ ബോക്സിലൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇത് കുറച്ച് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർഫുൾ ബോക്സിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ പ്രോഡക്ട്സിലോട്ട് വന്നു കഴിഞ്ഞാൽ കിർലോസ്കർ വന്നിട്ട് 3 ടൈപ്പിലുള്ള പ്രോഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്: ലൈറ്റ് ഡ്യൂട്ടി, മീഡിയം ഡ്യൂട്ടി, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി. അത് ഓരോ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്ട്സ് എല്ലാം ഇറക്കിയിരിക്കുന്നത്. അത് നമുക്ക് ബേസിക്കലി പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന മോട്ടോഴ്സുമായിട്ട് നമുക്ക് ഈവൻ കോമ്പറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് പ്രൈസ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ ഞാനിപ്പോൾ 3 മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 HP ഉണ്ട്, 1 HP ഉണ്ട്, അതുപോലെ 3 HP ഉണ്ട്. ഈ 3 മോഡൽസ് ഉണ്ട്. ഇപ്പൊ ടോട്ടൽ കമ്പനി ഇറക്കിയിരിക്കുന്നത് 1/2 HP ഉണ്ട്, 1 HP ഉണ്ട്, 2 HP ഉണ്ട്, അതുപോലെ 3 HP ഉണ്ട്. ഇവിടെ ഒരു 3 മോഡൽസ് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 1 HP ഇതിന്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇതിന്റെ നെയിം പ്ലേറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെയിം പ്ലേറ്റിൽ ഏറ്റവും ടോപ്പിലായിട്ട് കിർലോസ്കറിന്റെ ലോഗോയും അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രെയിം സൈസ് വന്നിട്ട് B56 ആണ് ഇതിന്റെ ഫ്രെയിം സൈസ്. ഇത് HP 1 HP ആണ് ഇതിന്റെ HP. അതുപോലെ ഇതിന്റെ RPM 1440, 1440 RPM ആണ് ഇതിന്റെ മോട്ടർ. അതുപോലെ തന്നെ ഇതിന്റെ എഫിഷ്യൻസി വന്നിട്ട് 65% എഫിഷ്യൻസി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഇൻസുലേഷൻ ക്ലാസ് കൊടുത്തിട്ടുള്ള F ക്ലാസ് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡ്യൂട്ടി വന്ന് S1 ആണ് കൊടുത്തേക്കുന്നത്. S1 എന്ന് വെച്ചാൽ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ നോക്കിക്കഴിഞ്ഞാൽ 100-120 സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിന്റെ ആംബിയൻ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആംബിയൻ ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് എടുക്കുന്നത് 7.6 ആംസ് ആണ് ഇതിന്റെ കറണ്ട്. ഈ മോട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 17 കിലോയാണ് ഈ ഒരു മോട്ടറിന്റെ വെയിറ്റ്. ഈ മോട്ടോഴ്സ് നമുക്ക് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഈ സാധാരണ 1.5 HP യൂസ് ചെയ്യുന്നത് ഈ ഗ്രൈൻഡേഴ്സ് വീട്ടിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്മോൾ സ്കെയിലുള്ള ചെറിയ ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നത്, അതിനെ പ്രൈം മൂവറായിട്ട് ഉപയോഗിക്കുന്നത് ഈ 1.5 HP മോട്ടോഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കല്ലൊക്കെ പോളിഷ് ചെയ്യുന്ന, സ്റ്റോൺ പോളിഷ് ചെയ്യുന്ന അതിൽ മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ യൂസ് ചെയ്യുന്നത് 1.5 HP മോട്ടോഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷവർമ റോൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ചിക്കൻ ഷവർമ റോൾ ചെയ്യുന്ന, അതിനുവേണ്ടി ഒരു മോട്ടോർ ഉപയോഗിക്കാറുണ്ട്. അത് ഈ 1/2 HP മോട്ടോഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ 1 HP വന്നു കഴിഞ്ഞാൽ 1 HP കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കംപ്രസറുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഷാഫ്റ്റ് കട്ടിംഗ് മെഷീൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ റബ്ബർ റോളർ മെഷീൻസിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു നീണ്ട നിരയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് സാധാരണ 1 HP യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ 2 HP 3 HP ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ 3 HP ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വുഡ് പ്ലാനർ മെഷീൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഗ്ലാസ് പോളിഷിംഗ് മെഷീൻസ് ഉണ്ട്, അതിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോവർ യൂണിറ്റ്സ് ഉണ്ട്, അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പമ്പ്സ് കപ്പിൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈം മൂവറായിട്ട് നമ്മുടെ മോട്ടോഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതിനെല്ലാം നമ്മൾ 2 HP 3 HP റേഞ്ചിലുള്ള മോട്ടോഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് 1.5 HP മുതൽ 3 HP വരെയുള്ള മോട്ടോർ റേഞ്ചസ് കിർലോസ്കറിന് അവൈലബിൾ ആണ്. ഈ പ്രോഡക്ട്സ് ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ.